കൂടെ സന്തോഷിക്കുകയാണ് അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. സ്റ്റാൻലി അലീനയെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. പക്ഷേ ചില അബദ്ധങ്ങൾ സ്റ്റാൻലിന് പറ്റുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നുണ്ട്. ആ അബദ്ധങ്ങളെല്ലാം നമ്മുടെ അലീന തിരിച്ചറിയുകയും അതിന് തിരുത്തലായിട്ട് ഒരു ബദൽ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് സ്റ്റാലിനെ വിമർശിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ അലീന ഇങ്ങനെ താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ പറയുന്നതിലും കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാലിന് അത്ര പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. കാരണം താനായിരുന്നു ശരിയെന്നാണ് സ്റ്റാലിൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിൻ അതിനുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കഴിയുന്നില്ല എന്ന് വേണം കാണാനായിട്ട് സാധിക്കാൻ. അതുകൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, എന്ത് കാര്യം കൊണ്ടാണ് എല്ലാത്തിനും കുറ്റം മാത്രം നീ കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ കുറ്റമൊന്നുമല്ല പറയുന്നത്, തെറ്റിനെ ശരിയാക്കാനാണ് പറയുന്നത്. പപ്പയുടെ താല്പര്യത്തിന് ബുദ്ധിമുട്ടേണ്ടി വരുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ്. അത് പപ്പയ്ക്ക് ഓർമ്മ വേണമെന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ആദ്യം കുറച്ച് മുട പിടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അലീനയുടെ കൂടെ നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സ്റ്റാലിനെ വരച്ച വരയിൽ നിർത്താനായിട്ടും കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങൾ കണ്ട് കുട്ടിയാണെങ്കിൽ ആകെ കിളി പോയിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. തനിക്ക് വരെ ലാലിച്ചനെ കൺട്രോൾ ചെയ്യാനും അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനും ഭയങ്കര പേടിയാണ്. പക്ഷേ ഇവൾ ഭംഗിയായി തന്നെ അവനെ കൈകാര്യം ചെയ്യുന്നു. അത് കണ്ട കുട്ടി തിരിച്ചറിയുന്നുണ്ട്, ഇവൾ ചിന്നമ്മയാണ്. തീർച്ചയായിട്ടും സ്റ്റാലിനെ മാറ്റിയെടുക്കുമെന്ന് കുട്ടി മനസ്സിലാക്കുന്നതും കാണാം.